Hi guys, welcome back to my drama explainer. മിസ്റ്റർ നമ്മിന്റെ മകളെ കൊലയാളി അറ്റാക്ക് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടായിരുന്നല്ലോ 6ാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്നാണ് 7ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നെയ്ബർ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് മിന്യൂക്കും ജോങ്വുവും പാരാമെഡിക്സും സ്ഥലത്തെത്തുന്നുണ്ട്. ക്രൈം സീൻ കാണുന്ന ജോങ്വുവിന് അവന്റെ ഗേൾഫ്രണ്ടിന് സംഭവിച്ച ദുരന്തമാണ് ഓർമ്മ വരുന്നത്. സോ അവന് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മരിച്ചുപോയ ഗേൾഫ്രണ്ടിനെയും അവളുടെ ചുറ്റും ഉണ്ടായിരുന്ന ബ്ലഡ് ഓർത്ത് ഫ്രീസായി നിൽക്കുന്ന ജോങ്വുവിനെ മിന്യൂക്ക് വിളിക്കുന്ന സമയത്താണ് അവൻ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നത്. ആ ഗേൾ അൺകോൺഷ്യസ് ആണ്. ജോങ്വു പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കി അവളെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. അവനും കൂടെ പോകാൻ നിൽക്കുവാണ്. ഈ സമയത്ത് മിന്യൂക്ക് ആ ഗേളിന്റെ കണ്ടീഷൻ അവനോട് ചോദിക്കുന്നു. എന്നാ ജോങ്വു അതിന് ആൻസർ പറയുന്നതിന് പകരം നീ അത് നിന്റെ ബ്രദറിനെ കണ്ടുപിടിക്കാൻ നോക്കുക, അവനല്ലേ ഇത് ചെയ്തേ എന്ന് ചോദിച്ചു പോകുവാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ മിന്യൂക്കിന് ജോങ്വുവിനോട് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. സോ അവൾ അങ്ങോട്ട് വരുന്ന കങ്ങോയോട് ബ്രദറിന്റെ പേര് പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് തന്നെ അവനെ ലൊക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കങ്ങോ യെസ് പറയുന്നു. അവരെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മിന്യൂക്കിന്റെ ബ്രദർ ഇപ്പൊ ക്രൈം സീനിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ കാര്യം കങ്ങോയും മിന്യൂക്കും ഒന്നും അറിയുന്നുമില്ല. ഇപ്പൊ നെയ്ബർ മിന്യൂക്കിനോട് അന്ന് മിസ്റ്റർ നമ്മിന്റെ വീട്ടിലേക്ക് വന്ന ആള് തന്നെയായിരുന്നു ഇന്ന് തന്റെ വീടും അറ്റാക്ക് ചെയ്തത് എന്ന കാര്യം പറയുന്നുണ്ട്. താനെടുത്ത കൊലയാളിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പേടി കാരണം ആ ഗേളിനെ രക്ഷിക്കാനായിട്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധമാണ് നെയ്ബറിനുള്ള. മിന്യൂക്ക് ഇന്നവള് ജീവനോടെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം താനാണ് എന്ന് പറഞ്ഞ് നെയ്ബർ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഗേളിന്റെ അവസ്ഥയാണെങ്കിൽ ക്രിട്ടിക്കലാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് 20 മിനിറ്റ് വേണം. ഇതിന്റെ ഇടയിൽ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുവാണ്. പേഷ്യന്റ് മരിക്കുന്നത് നോക്കി നിൽക്കാൻ ഒരു ഡോക്ടറിനും സാധിക്കുന്ന കാര്യമല്ല. ജോങ്വു അവന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൻ ഓർക്കുന്നത് അവളുടെ അച്ഛന്റെ കൂടെ അവൾ ആദ്യമായിട്ട് തന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നതും അതേ അച്ഛന്റെ കൊലയാളി ആരാണെന്ന് ചോദിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് വന്നതും ഒക്കെയാണ്. ആ ഗേളിന്റെ ഹാർട്ട് ബീറ്റ് നോർമൽ ആവുന്നു. എന്നാൽ ഒത്തിരി ബ്ലഡ് അവളുടെ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അവസാനത്തെ ബ്ലഡ് പാക്ക് ആണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെ ആ ഒരു ബ്ലഡ് പാക്കിന് മാത്രം ആശ്രയിക്കാൻ പറ്റത്തില്ല. സോ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആയതുകൊണ്ട് തന്നെ ഡയറക്ട് ട്രാൻസ്ഫ്യൂഷനും നടത്തുന്നുണ്ട്. ഇപ്പൊ ആ ഗേളിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ജോങ്വു പ്ലാസ്റ്റിക് സർജൻ ആവുന്നതിന് മുന്നേ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഹോസ്പിറ്റലിലേക്കാണ് ആ ഗേളിനെയും കൊണ്ടാവാൻ വരുന്നത്. തന്റെ ജൂനിയറോട് പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ചുറ്റും നോക്കുന്ന ജോങ്വുവിന് വീണ്ടും അന്ന് നടന്ന കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അന്ന് ആ ഇൻസിഡന്റ് നടക്കുന്ന ദിവസവും ഒരു പേഷ്യന്റിനെ കൊണ്ടായിരുന്നു അവൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവനൊരു കോള് വരുന്നത്. മിന്യൂക്കാണ് ആ ഗേളിന്റെ അവസ്ഥയെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. കൂടെ തന്നെ മിന്യൂക്ക് കൊലയാളിയെ എതിർക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാളുടെ DNA അവളുടെ നഖത്തിന്റെ ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ സർജറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന തന്റെ ജൂനിയറോട് ജോങ്വു സംസാരിക്കുന്നു. ജൂനിയർ സർജറി സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ പേഷ്യന്റിന്റെ കൈയിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ഹോസ്പിറ്റലിൽ റീ അറ്റാച്ച്മെന്റ് സർജറി ചെയ്യില്ല എന്ന് നിനക്കും അറിയാവുന്നതല്ലേ. അതിന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. സോ നിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് പറയുന്നു. ജോങ്വുവും ഒന്ന് ആലോചിച്ചതിന് ശേഷം ആ ഗേളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ സർജറിക്ക് അടുത്തതായിട്ട് ജോങ്വുവിന് വേണ്ടത് ഒരു അസിസ്റ്റന്റിനെ ആണ്. ആദ്യമേ അവന്റെ മനസ്സിലേക്ക് വരുന്ന ഓപ്ഷൻ വൂജിനാണ്. സോ അവൻ വൂജിനെ വിളിക്കുന്നു. വൂജിൻ ബാറിലാണ്. എടാ മോനെ, നീ ഇത്തിരി ലേറ്റ് ആയി പോയി, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ സർജറി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. വൂജിൻ പാമ്പായ വിവരം അറിഞ്ഞ് ജോങ്വു കോള് കട്ട് ചെയ്യുന്നുണ്ട്. വൂജിൻ ഇവനൊക്കെയാണ് ഡോക്ടർ എന്ന് പറയുന്നത്. എന്തൊരു കൂളായിട്ടാ ഈ ജോലി ചെയ്യുന്നത്. എന്നാലും ഈ നട്ടപ്പാതിരിക്ക് അവൻ ആരെയായിരിക്കും സർജറി ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഡോർ ബ്രേക്ക് ചെയ്തിട്ടൊന്നും അല്ല കൊലയാളി വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. പാസ്വേഡ് അടിച്ചു കൊടുത്ത് ഡോർ ഓപ്പൺ ചെയ്ത് സാധാരണ പോലെ തന്നെയാണ് വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കണമെന്നാണെങ്കിൽ കൊലയാളിക്ക് നേരത്തെ തന്നെ പാസ്വേഡ് എന്താണെന്ന് അറിയണം. അത് എങ്ങനെയായിരിക്കും എന്നാണ് മിന്യൂക്ക് ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കുന്നത്. വരാന്തയിലുള്ള ബൾബിന്റെ ഭാഗത്തായിട്ട് ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നെയ്ബറിന്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സാധ്യത മിന്യൂക്ക് ഫോറൻസിക് ടീമിനോട് പറയുന്നുണ്ട്. അവരത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് കങ്ങോ ഓടി വന്ന് മിന്യൂക്കിനോട് നീ ഒരുത്തന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അവളുടെ ബ്രദറിന്റെ ലൊക്കേഷൻ കിട്ടിയതുകൊണ്ടല്ല. ഇതിന്റെ എല്ലാം പുറകിൽ തന്റെ ബ്രദർ തന്നെ ആയിരിക്കോ എന്ന പേടികൊണ്ടാണ്. ഇപ്പൊ അവര് ലൊക്കേഷനിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ അവളുടെ ബ്രദർ ഇല്ല. ഇവര് വരുന്നതിന് മുന്നേ അവൻ അവിടുന്ന് പോയിട്ടുണ്ട്. ദേഷ്യത്തോടെ വീണ്ടും ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറയുന്ന മിന്യൂക്കിനോട് കങ്ങോ ഇത്ര തിരക്ക് പിടിച്ച് അന്വേഷിക്കാനായിട്ട് ഇവനാരാ? ക്രൈം സീനിന്റെ തൊട്ടടുത്ത് അവന്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് കരുതി മിസ്റ്റർ നമ്മിന്റെ മകളെ അറ്റാക്ക് ചെയ്തത് ഇവനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ ഒരു കാരണം മാത്രം വെച്ച് പെട്ടെന്ന് ഒരു അറസ്റ്റിന് റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? നീ എല്ലാ കേസിലും ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്, എന്നാൽ ഈ കേസിൽ മാത്രം എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നു. ഉത്തരം പറയാതിരിക്കാനായിട്ട് മിന്യൂക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കങ്ങോ അതിനെ അനുവദിക്കുന്നില്ല. മിന്യൂക്ക്
അവൻ എന്റെ ബ്രദറാണ്. അന്നൊരു വധുവിനെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ ഒരാള്. അവൻ എന്റെ ബ്രദറാണ്. അവൻ കൊന്നത് ജോങ്വുവിന്റെ ഗേൾഫ്രണ്ടിനെയാണ്, ജോങ്വു കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനെ. ജോങ്വുവിനോട് അവന് നല്ല ദേഷ്യമുണ്ട്. മിസ്റ്റർ നമ്മിന്റെ കേസിൽ അവൻ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെയും അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു പോകുന്നു. കങ്ങു അത് കേട്ട് ഷോക്ക് ആവുന്നു. കാരണം അതുപോലെ ഒരു റിപ്ലൈ ആയിരുന്നില്ല അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മിസ്റ്റർ നമ്മിന്റെ മകളുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റൂമിലേക്ക് ആക്കിയതിനു ശേഷം ജോങ്വു അവളെ ഒബ്സർവ് ചെയ്യുവാണ്. അങ്ങോട്ടേക്ക് വരുന്ന വൂജിൻ ഇവനോട്, എടാ നീ ഇവിടെ ക്രൈം സീനിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണോ കൊണ്ടുവന്നേ, അതോ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? എന്ത് സർജറിയാ ഇപ്പൊ ചെയ്തേ? മിന്നുക്ക് ഉണ്ടായിരുന്നോ നിന്റെ കൂടെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ എന്നൊക്കെ കലവില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ ബാറിലാണെന്നല്ലേ പറഞ്ഞേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ജോങ്വു അവനോട് ചോദിക്കുന്നു. വൂജിൻ, അത് പിന്നെ നീയല്ലേ സർജറി ഉണ്ടെന്ന് പറഞ്ഞേ. നിന്നെ പോലെ ഒരു കൂളായ ഡോക്ടർ ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ എന്നാലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൻ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് മിന്നുക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. മിന്നുക്ക് ജോങ്വുവിനോട് ആ ഗേളിന്റെ കണ്ടീഷനെ കുറിച്ചാണ് ചോദിക്കാൻ നിൽക്കുന്നത്. എന്നാൽ ജോങ്വു അവരുടെ ബ്രദറായ ജിൻസോക്കിനെ കുറിച്ചാണ് തിരിച്ചു ചോദിക്കുന്നത്. കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് മിന്നുക്ക് പറയുന്നു. ജോങ്വു, എന്നോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ജിൻസോക്ക് ഇത് ചെയ്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം ജിൻസോക്ക് എന്റെ ബ്രദർ ആയതുകൊണ്ടല്ല, എന്നോട് ഇതുപോലെ പ്രതികാരം ചെയ്യാനുള്ള കാരണം എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ഇത് കേട്ട വൂജിനാണെങ്കിൽ, ജിൻസുക്കും മിന്നുക്കും സിബ്ലിങ്സ് ആണോ? കള്ളനും പോലീസും ഒരേ വീട്ടിലോ? എന്നാൽ ഇതെങ്ങനെയാ സംഭവിച്ചേ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിന്നുക്കും അവിടെയില്ല, ജോങ്വുവും അവിടെയില്ല. ജോങ്വു ആണെങ്കിൽ ജിൻസുക്കിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ന്യൂസ് റിപ്പോർട്ടുകളെ കുറിച്ചാണ് ഓർക്കുന്നത്. ജിൻസുക്ക് ആ ഒരു കേസിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പല ഭാഗത്തും സ്റ്റിക്കി നോട്ടുകളിലായിട്ട് ജോങ്വു എന്നെ കണ്ടിട്ടുണ്ടാവോ, അന്ന് ജോങ്വു എവിടെയായിരുന്നു എന്നൊക്കെ അവനെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചെല്ലാമാണ് ജോങ്വു ഓർക്കുന്നത്. മിന്നുക്കിന്റെ കാര്യവും മറിച്ചല്ല, മിന്നുക്കും ജിൻസുക്കിന്റെ വീട്ടിലേക്ക് വന്ന അവിടെ മുഴുവൻ അരിച്ചു വെറുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് കൊലയാളി തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് മിസ്റ്റർ നമ്മിന്റെ മകൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. മിന്നുക്കും വൂജിനും വന്ന് അവളെ കാമാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഗേള്, എനിക്ക് ഒന്നും ഓർമ്മയില്ല, എനിക്ക് അയാളുടെ ഫേസ് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് കരയുന്നു. വൂജിൻ, നിന്റെ സർജറി സക്സസ്ഫുൾ ആയിരുന്നു, പക്ഷെ മൈക്രോ സർജറി ആയത് കാരണം കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിന് ആവശ്യമാണ്. സോ നീ അധികം സ്ട്രെസ് എടുക്കണ്ട, കൂളായിട്ടിരിക്കെ, എല്ലാം താനെ ശരിയാവും എന്ന് പറഞ്ഞു പോകുന്നു. എല്ലാവരും പോയതിനു ശേഷവും ഗേൾ മിന്നുക്കിനോട്, എനിക്ക് ഒരു കാര്യവും ഓർമ്മയില്ല, ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് അയാളെ പിടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഞാനെല്ലാം മറന്നുപോയി, സോറി എന്ന് സാഡ് ആയിക്കൊണ്ട് പറയുന്നു. മിന്നുക്ക്, നീ സോറി പറയേണ്ട ഒരു ആവശ്യവും ഇല്ല, ഇത് നിന്റെ തെറ്റൊന്നും അല്ല, പിന്നെ ഞാൻ അങ്ങനെ ഗിവപ്പ് ചെയ്യില്ലാന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യവും നീ മറന്നുപോയോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ജോങ്വു ജിൻസോക്കിനെ കുറിച്ചുള്ള ന്യൂസ് സെർച്ച് ചെയ്ത് നോക്കുവാണ്. ഈ സമയത്താണ് വൂജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഗേളിന് ബോധം വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വൂജിൻ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ജോങ്വു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് കണ്ട് വൂജിൻ അവനോട്, നീ അപ്പൊ ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കൊലയാളി ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ? നീ ഇനി ഇതും എടുത്ത് അവളുടെ അടുത്തേക്കാണോ പോവാൻ പോകുന്നത്? അവക്ക് ഒരു കാര്യവും ഓർമ്മയില്ല, ഷോക്ക് കാരണം മെമ്മറി ബ്ലോക്ക് ആയിരിക്കുക എന്ന് പറയുന്നു. ജോങ്വുവിന്റെ ഫേസ് കാണുന്ന സമയത്ത്, അത് പിന്നെ നിനക്കും അറിയാവുന്ന കാര്യമാണല്ലോ, സോറി എന്നും പറയുന്നുണ്ട്. അവന് പ്രതികാരം ചെയ്യാനാണെങ്കിൽ അത് എന്റെ മേലെയല്ലേ ചെയ്യണ്ടേ എന്ന ജോങ്വുവിന്റെ ചോദ്യത്തിന്, നിന്നെ കുത്തിക്കൊല്ലുന്നത് മാത്രമാണ് നിനക്കെതിരെ ചെയ്യാൻ പറ്റുന്ന പ്രതികാരം എന്നാണോ നീ വിചാരിച്ചേക്കുന്നേ എന്നും വൂജിനും ചോദിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്. 7 വർഷം മുന്നേ നടന്ന കൊലപാതകത്തിലെ പ്രതിയാണ് ഇതിന്റെ എല്ലാം പുറകിലെന്നും അന്നത്തെ വിക്ടിമിന്റെ ബോയ് ഫ്രണ്ടിനോടുള്ള പ്രതികാരം എന്ന നിലയിലാണ് ഈ ക്രൈം എല്ലാം പ്രതി ചെയ്യുന്നത് എന്നുമുള്ള മിന്നുക്കിന്റെ റിപ്പോർട്ട് കങ്ങു പ്രസന്റ് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ടീം ലീഡർ, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ കഥ എഴുതിക്കൊണ്ടിരിക്കുവാണോ? വിക്ടിമിന്റെ ബോയ് ഫ്രണ്ടിനോട് എന്തിനാ പ്രതികാരം ചെയ്യുന്നത്? ഇനി പ്രതികാരം ചെയ്യുവാണെങ്കിൽ തന്നെ എന്തിനാ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളുടെ നേരെ പോകുന്നത്? സത്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതിലെ പ്രതിയായ ജിൻസോക്ക് തന്നെ ബ്രദർ ആണെന്ന് മിന്നുക്ക് പറയുന്നതും ടീം ലീഡർ അവളോട് തനിയെ സംസാരിക്കുവാണ്. ടീം ലീഡർ ജിൻസോക്കിനെതിരെയുള്ള തെളിവുകളെ കുറിച്ച് മിന്നുക്കിനോട് ചോദിക്കുന്നു. മിസ്റ്റർ നം മരിച്ച സമയത്ത് അവിടെയുള്ള CCTV ഫുട്ടേജിൽ ജിൻസോക്ക് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ മിസ്റ്റർ നമ്മിന്റെ വീട്ടിലേക്ക് കയറിയതിന്റെ തെളിവുകളൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ അറ്റാക്ക് നടന്ന സമയത്ത് ജിൻസോക്കിന്റെ ഫോണിന്റെ ലൊക്കേഷൻ ആ ഏരിയയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജിൻസോക്കിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് മിന്നുക്ക് പറയുന്നു. ഇത് കേട്ട്, ആ സമയത്ത് ആ ഏരിയയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നീ ഇതുപോലെ സംശയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ടീം ലീഡർ ചോദിക്കുന്നത്. അത് പിന്നെ മിസ്റ്റർ നമ്മിനോട് ചെയ്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകളോടും ഇവൻ തന്നെ ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക എന്ന് മിന്നുക്ക് പറയുന്നത് കേട്ട് ടീം ലീഡർ, ഇതൊരു സെൻസിറ്റീവ് ടോപ്പിക് ആയതുകൊണ്ടും നീ ഒരു ഡിറ്റക്റ്റീവ് ആയതുകൊണ്ടും ക്രിമിനലായി നിന്റെ ബ്രദറിനെ ഒഴിവാക്കാനാണ് നീ ട്രൈ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി പബ്ലിക് അതോറിറ്റി നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്റെ ഇമോഷൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ഇൻവെസ്റ്റിഗേഷൻ നിന്റെ ബ്രദറിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. എന്റെ ബ്രദർ ആണെന്ന് കരുതി അവൻ കുറ്റവാളി ആവാതിരിക്കില്ലല്ലോ എന്ന് മിന്നുക്കും ചോദിക്കുന്നു. ടീം ലീഡർ കൂടുതൽ ആർഗ്യൂ ചെയ്യുന്നില്ല, പകരം
ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഇനി മുതൽ നിന്റെ കയ്യിലല്ല എന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു പോകുവാണ് ചെയ്യുന്നത്. ടീം ലീഡർ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ അവളുടെ ബ്രദറിനെ കുറിച്ച് തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നൈറ്റ് ജിൻസുക്കിന്റെ വീട്ടിലേക്ക് പോയി അവൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവിടെ നിന്നും മിന്നോക്കിന് 2 ബുക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾ ആ ബുക്സ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആ ബുക്സ് റീട്രയലിനെ കുറിച്ചുള്ളതാണ്. അത് യൂസ് ചെയ്ത് അവളുടെ ബ്രദർ ഒരുപാട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല റീട്രയലിന് അപ്പീൽ ചെയ്യാൻ വേണ്ടി ജിൻസുക്ക് കണ്ടുപിടിച്ചേക്കുന്ന ലോയർ ജോങ്വുവിന്റെ ഫ്രണ്ട് ആണ്. ഇതെല്ലാം നോക്കുന്ന മിന്നോക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്. റീട്രയലിന് അപ്പീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ എന്തിനായിരിക്കും ജോങ്വുവിനെ കാണാൻ പോകുന്നത്? നിനക്ക് കൊലയാളിയെ അറിയില്ലേ എന്നായിരുന്നു ജോങ്വുവിന്റെ കാറിലും അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ല, എന്തെങ്കിലും കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ജോങ്വുവിന്റെ അടുത്തേക്ക് ജിൻസുക്ക് പോയതെങ്കിലോ എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. ഇവിടെ ജോങ്വു ജിൻസുക്കിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. മിസ്റ്റർ നാമിന്റെ മകൾക്കെതിരെ നടന്ന അറ്റാക്കും ജിൻസുക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് ജോങ്വു അന്വേഷിച്ചതിൽ നിന്നും അവന് മനസ്സിലായ കാര്യം. അവൻ ഇപ്പൊ ജിൻസുക്കിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഡോർ ലോക്ക്ഡ് ആണ്. അതായത് മിന്നോക്കിന്റെ ബ്രദർ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എങ്ങോട്ടോ പോയതാണ് എന്ന് വ്യക്തം. സോ ജോങ്വു അവിടുന്ന് പോകാൻ നിൽക്കുവാണ്. ഈ സമയത്ത് മിന്നോക്കും ടീമും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജോങ്വു അവളെ കണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ പോകുവാണ് ചെയ്യുന്നത്. പോയി എന്ന് വെച്ചാൽ മിന്നോക്കിനോട് സംസാരിക്കാതെ പോയി എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആ ഒരു ഏരിയയിൽ നിന്നും ജോങ്വു പോയി എന്നല്ല പറഞ്ഞ്. രാത്രിയായിട്ടും അവൻ ജിൻസുക്കിനെയും പ്രതീക്ഷിച്ച് കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ജിൻസുക്കിനെ കണ്ടേ അടങ്ങൂ എന്ന വാശിയിലായിരുന്നു ജോങ്വു. എന്നാൽ അതിന് സാധിക്കുന്നില്ല. കാരണം അവന്റെ ഡയറക്ടർ കോൾ ചെയ്ത് ഒരു എമർജൻസി പേഷ്യന്റ് ഉണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുവാണ് ചെയ്യുന്നത്. സോ അവന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു. ഇവിടെ ജോങ്വു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്ന ജിൻസുക്ക് ആണേലോ അവന്റെ ഫ്രണ്ടായ ലോയറെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോയിന്റ്മെന്റ് എടുക്കാത്തത് കാരണം അവൻ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. സെക്യൂരിറ്റീസ് വരുന്നു, അടിയാവുകയും ചെയ്യുന്നു. ഈ ബഹളം കേട്ടാണ് ജോങ്വുവിന്റെ ഫ്രണ്ട് അവളുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവളെ കാണുന്നതും ജിൻസുക്ക് മാം റീട്രയൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയുന്നു. അവനെ കണ്ട് ഷോക്കൊന്നും പുറത്ത് കാണിക്കാതെ അകത്തേക്ക് വരാനും അവൾ പറയുന്നുണ്ട്. ഇവിടെ ജോങ്വു ആണെങ്കിൽ അവന്റെ പേഷ്യന്റിനോട് സർജറിയുടെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് അവനൊരു കോൾ വരുന്നത്. സോ പെട്ടെന്ന് തന്നെ അവൻ പേഷ്യന്റിനോട് സംസാരിച്ച് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. ജിൻസുക്ക് റീട്രയലിന് അപ്പീൽ ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് വന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ ഫ്രണ്ട് വിളിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, അവൻ എന്തുകൊണ്ടാണ് നിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ഫ്രണ്ട് പറയുന്നു. ജോങ്വു നീ എന്തേലും പറഞ്ഞ് കുറച്ച് ടൈം അവനെ പിടിച്ചു വെക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം, എനിക്ക് അവനുമായിട്ട് ഫേസ് ടു ഫേസ് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുന്നു. നീ എന്തിനാ വരുന്നത്, നീ വരേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. പക്ഷെ ജോങ്വു അത് കേൾക്കുന്നില്ല. അതിന് മുന്നേ അവൻ കോൾ കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എസ്കേപ്പ് ആവലായിരുന്നു ജോങ്വുവിന്റെ പ്ലാൻ. പക്ഷെ അത് നടക്കുന്നില്ല. അതിനു മുന്നേ അവനെ കൺസൾട്ട് ചെയ്തൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നല്ലോ, ആ പേഷ്യന്റ് സർജറി ചെയ്യണമെന്ന് പറയുവാണ്. ആ പേഷ്യന്റ് ഒരു ആക്ട്രസ് ആണ്, അത്യാവശ്യമായിട്ട് സർജറി ചെയ്തേ പറ്റൂ. കൂടാതെ ആ പേഷ്യന്റ് ഫാസ്റ്റിംഗിലും ആണ്. അതുകൊണ്ട് തന്നെ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ജോങ്വുവിന് ഓപ്ഷൻ ഇല്ല. സോ അവൻ ജിൻസുക്കിനെ കാണാൻ പോകുന്നില്ല, പകരം പേഷ്യന്റിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ഇവിടെ ജിൻസുക്ക് ലോയറോട് സംസാരിക്കുവാണ്. അന്ന് ഞാൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. എല്ലാവരും പറഞ്ഞത് എനിക്ക് ബോധമില്ലായിരുന്നു എന്നാ, പക്ഷെ അന്ന് നടന്ന കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. ലോയർ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, തെളിവിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നു. ജിൻസുക്ക് ഞാൻ ആ വീട്ടിലേക്ക് കയറിയിരുന്നു, പക്ഷെ അവിടെ വേറൊരു കൊലയാളി ഉണ്ടായിരുന്നെങ്കിലോ, അവൻ ആ വീട്ടിൽ നിന്ന് ഓടി പോകുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് എന്ന് പറയുന്നത് കേട്ട് ലോയർ അത് ആരാണെന്ന് നീ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ആകാംക്ഷയോടെ ചോദിക്കുന്നു. ഹോസ്പിറ്റലിൽ ഇപ്പൊ ജോങ്വുവിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിന് കോൾ ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നു. നീ ഇനി വരേണ്ട ആവശ്യമില്ല, അവൻ പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അവന് നിന്നോടുള്ളത് വെറും ദേഷ്യം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഫ്രണ്ട് പറയുന്നു. അവനതിന് എന്നെ കുറിച്ച് സംസാരിച്ചോ എന്ന ജോങ്വുവിന്റെ ചോദ്യത്തിന് അവനല്ല കൊലയാളി എന്നാണ് അവൻ പറയുന്നത്. അന്ന് ആ വീട്ടിൽ നിന്ന് ആരോ ഓടിപ്പോകുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് അവൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഡ്രഗ് യൂസ് ചെയ്തത് കാരണം ആ സ്റ്റേറ്റ്മെന്റ് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് അവള് പറയുന്നു. ജോങ്വു ഒന്ന് ഷോക്ക് ആയിക്കൊണ്ട് അത് ആരാണെന്ന് അവൻ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല, അത് അവനും അറിയത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവള് കോൾ കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സത്യത്തിൽ അത് ആരാണ് എന്ന ചോദ്യത്തിന് ജിൻസൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആരാണെന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ട സ്ത്രീയുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ, ഒന്നുകിൽ ലവറോ അങ്ങനെ ആരെങ്കിലും. കാരണം ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഭൂരിഭാഗം പേരും കൊല ചെയ്യാനുള്ള കാരണം ജലസായിരുന്നു എന്നാണ് ജിൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് ജോങ്വുവിന്റെ ഫ്രണ്ട് ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കുന്നതും. ഇവിടെ സർജറി കഴിഞ്ഞ പേഷ്യന്റിന്റെ അവസ്ഥ പെട്ടെന്ന് സ്റ്റേബിൾ അല്ലാതാകുവാണ്. ജോങ്വു ഹോസ്പിറ്റലിലില്ല. സോ ഹെഡ് നഴ്സ് ഡയറക്ടറോടാണ് വിവരം പറയുന്നത്. സോ ഡയറക്ടറും വൂജിനും പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് വരുന്നു. അവരെ രണ്ടുപേരും ചോദിക്കുന്നത് ജോങ്വുവിനെ കുറിച്ചാണ്. ഹെഡ് നഴ്സ് ജോങ്വു സർജറി കഴിഞ്ഞ പാടെ പോയതാണ്, എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയാൻ പാടില്ല, ഒത്തിരി തവണ വിളിച്ചു നോക്കി പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഈയിടെയായി ജോങ്വു ഡ്യൂട്ടിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം ഡയറക്ടറിന് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര സീരിയസ് ആവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോങ്വുവിന്റെ കാര്യം ഓർത്ത് ഡയറക്ടറിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ജോങ്വു ആണെങ്കിൽ ഈ കോൾ ഒന്നും അറ്റൻഡ് ചെയ്യാതെ വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അവൻ അങ്ങോട്ട് എത്തുന്നതും മിന്നുക്കും ടീമും ധൃതി പിടിച്ച് അങ്ങോട്ട് പോകുന്നതാണ് അവൻ കാണുന്നത്. പിന്നെ സംശയിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ അവരെ ഫോളോ ചെയ്യുന്നു. ജിൻസോക്കിനെ കണ്ടതായിട്ട് ആരോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് അവർ പോകുന്നത്. ഇവിടെ ജിൻസോക്ക് ആണേലോ അവൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബോസ് താൻ പറഞ്ഞ ജോലി
ചെയ്തില്ല എന്നും പറഞ്ഞ് അവനെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുവാണ്. കൊന്നു കളയെന്നും പറഞ്ഞുകൊണ്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ടൈം കഴിയുന്നതും സൈറന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ അവനെ തല്ലിക്കൊണ്ടിരിക്കുന്നവന്മാര് പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. പോലീസ് തന്നെ കണ്ട പ്രശ്നമാണെന്ന് ജിൻസുക്കിന് നന്നായിട്ട് അറിയാം. സോ അവനും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്. എന്നാൽ അവൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്നത് ജോങ്വുവിന്റെ മുന്നിലേക്കാണ്. നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത്? റിലീസ് ആയതും എന്നെ കാണാൻ വേണ്ടി വന്നതിന്റെ കാരണം എന്താ എന്നാണ് ജോങ്വു അവനെ കാണുന്നതും ആദ്യമേ ചോദിക്കുന്നത്. ജിൻസുക്ക് കാരണമാണോ നിനക്ക് വേണ്ടേ? നീ ഇതിനു മുന്നും എന്നോട് കാരണം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എന്തിനാ അവളെ കൊന്നതെന്ന് നീ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി. ഞാൻ എന്തിനായിരിക്കും അവളെ കൊന്നതെന്ന് 7 വർഷത്തോളം ഞാൻ ചിന്തിച്ചു നോക്കി. പക്ഷേ എനിക്ക് ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ അവളെ കൊന്നിട്ടില്ല. അന്ന് നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തി മാസ്ക് വലിച്ചൂരി. ഒരുപാടായിട്ട് ഞാനും നിന്നോട് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കും അറിയേണ്ടത് കാരണം തന്നെയാണ്. നീ എന്തിനാ അന്ന് അങ്ങനെ ചെയ്തത് എന്നതിന്റെ കാരണം. അതെല്ലാം ഒരു ഷോ ആയിരുന്നില്ലേ? എന്നെ കുറ്റപ്പെടുത്താനും എന്നെ കുറ്റവാളിയായി കാണിക്കാനും വേണ്ടിയുള്ള ഷോ എന്ന് പറഞ്ഞ് അവൻ ജോങ്വുവിന്റെ കോളർ പിടിക്കുവാണ്. ജോങ്വു അവനെ ദേഷ്യത്തോടെ തള്ളിമാറ്റി നോൺസെൻസ് പറയുന്നത് നിർത്താൻ നോക്ക്, എന്നിട്ട് നീ എന്നോട് കാരണം പറ എന്ന് പറയുന്നു. നിന്റെ ഫിയാൻസിയെ കൊന്നത് ഞാനല്ല. അവള് ബ്ലഡിൽ കവർ ചെയ്ത് കിടക്കുന്നതാണ് അകത്തേക്ക് കയറിയ സമയത്ത് ഞാൻ കണ്ടത്. ആദ്യം ഞാൻ കരുതിയത് ഉറങ്ങി കിടക്കുവാണെന്നാ. പിന്നീട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഉറങ്ങി കിടക്കുവല്ല, മരിച്ചു കിടക്കുവാണെന്ന്. അവിടെ അതിനു മുന്നേ വേറെ ആരോ ഉണ്ടായിരുന്നു, അയാളാണ് കുറ്റവാളിയും എന്ന് ജിൻസൊക്കെ അലറിക്കൊണ്ട് പറയുന്നു. കൂടെ തന്നെ ആരാണ് കുറ്റവാളി എന്ന് നിനക്കറിയില്ലേ? നിനക്കറിയാലോ അത് എന്ന് ചോദിക്കുന്നതും ജോങ്വുവിന് എന്തൊക്കെയോ ഓർമ്മ വരുവാണ്. അവനകെ തകർന്നു പോകുന്നു. ജിൻസൊക്കെ നിർത്താൻ ഉദ്ദേശമില്ല. ജോങ്വുവിന്റെ കോളർ പിടിച്ച് നീ ആയിരുന്നില്ലേ അത്? അന്ന് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയത് നീയായിരുന്നു. ഞാനത് കണ്ടിട്ടും ഉണ്ടായിരുന്നു. നീ എന്തിനാ നിന്റെ ഫിയാൻസിയെ കൊന്ന്? അവള് നിന്നെ ചീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഒരു നിമിഷം എന്തൊക്കെയോ ആലോചിച്ച് നിന്ന ജോങ്വു പെട്ടെന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. ജിൻസൊക്കിന്റെ കഴുത്ത് ഞെരിക്കുന്ന സമയത്ത് തന്റെ ഫിയാൻസിയുടെ കഴുത്ത് ഞെരിച്ചതാണ് ജോങ്വുവിന് ഓർമ്മ വരുന്നത്. അവളുടെ ശ്വാസം കിട്ടാത്ത ഫേസ് ഓർമ്മ വരുന്നതും ജോങ്വു കൂടുതൽ ദേഷ്യത്തോടെ ജിൻസൊക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഫിയാൻസി മരിച്ച ശേഷം തന്റെ കയ്യിലെ ബ്ലഡ് നോക്കി ആ ഡെഡ് ബോഡിയുടെ തൊട്ടടുത്തിരുന്നതാണ് ജോങ്വുവിന് ഓർമ്മ വരുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് 7ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.